2024 ജൂൺ 12 അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഫുട്ബോളറും കേരള പോലീസ്, ചർച്ചിൽ ബ്രദേഴ്സ്, ഡംബോ, ഗോവ, മോഹൻ ബഗാൻ തുടങ്ങിയ പ്രശസ്ത ക്ലബ്ബുകളുടെ പരിശീലകനും മേഴ്സി കോപ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന ടി കെ ചാത്തുണ്ണിയുടെ സ്മരണാർത്ഥം നൽകി വരുന്ന ടി കെ ചാത്തുണ്ണി മെമ്മോറിയൽ എമർജിംഗ് ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം ഈ വർഷം പത്തനംതിട്ട സ്വദേശിയും അണ്ടർ 20 നാഷണൽ ഫുട്ബോൾ ചാമ്പ്യന്മാരായ കേരള ടീമിലെ അംഗവുമായിരുന്ന ഷെറിൽ ഷാജി തോമസിന് സമ്മാനിക്കുന്നതാണ്. 50,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുൻ ഫുട്ബോൾ താരങ്ങളായ വിക്ടർ മഞ്ഞില, എം ജേക്കബ്, മാർട്ടിൻ സി മാത്യു എന്നിവരടങ്ങുന്ന ഒരു ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. പ്രഥമ പുരസ്കാരം കഴിഞ്ഞ വർഷമാണ് നൽകിയത്. അത് അണ്ടർ 20 ഫുട്ബോളറായ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാദിലിനാണ് നൽകിയത്. മേഴ്സി കോപ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ദിനമായ ഓഗസ്റ്റ് 15-നാണ് ഈ അവാർഡ് പൊതുസമ്മേളനത്തിൽ വെച്ച് സമ്മാനിക്കുക. ചാത്തുണ്ണേട്ടനെ ഞങ്ങൾ ചാലക്കുടിക്കാർ വിളിക്കുന്നതാണ്. ചാത്തുണ്ണി സാറിന് ഫുട്ബോൾ കളിക്കാർ വിളിക്കും. കേരളത്തിന് വേണ്ടിയിട്ടും സർവീസസിന് വേണ്ടിയിട്ടും സന്തോഷ് ട്രോഫി കളിച്ചിട്ടുള്ള ആളാണ് ചാത്തുണ്ണേട്ടൻ. അതിനുശേഷം അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ അതിനേക്കാൾ ഫുട്ബോൾ കളിച്ചിരുന്ന കാലത്തേക്കാൾ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയറാണ്. നമുക്കറിയാം 1990 ഇവിടെ തൃശ്ശൂര് വെച്ച് ഫെഡറേഷൻ കപ്പ് നടന്നപ്പോ കേരള പോലീസിനെ ചാമ്പ്യന്മാരാക്കിയത് അദ്ദേഹത്തിന്റെ കോച്ചിങ് മികവാണ്. അദ്ദേഹമായിരുന്നു അന്നത്തെ കോച്ച്. പിന്നീട് പല ക്ലബുകൾക്ക് വേണ്ടിയും അദ്ദേഹം കോച്ചിങ്ങിന് പരിശീലനായിട്ട് പോയിട്ടുണ്ട്. അവിടെയെല്ലാം വെന്നിക്കൊടി പറിക്കാൻ ചാത്തുണ്ണേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മേഴ്സി കോപ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അധികമൊന്നും ആരും അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. കാരണം പബ്ലിസിറ്റി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ. കേരളത്തിലുടനീളം ഒരു 15,000-ഓളം മെമ്പേഴ്സ് മാസം 100 രൂപ നൽകിക്കൊണ്ട് നടത്തുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കാനല്ല നമ്മൾ പത്രസമ്മേളനം വിളിച്ചതുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത്. ഇപ്പോ എറണാകുളം റൂറൽ എസ് പി ആയിട്ടുള്ള സുദർശൻ സാറാണ് അതിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ ആ ട്രസ്റ്റിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു ചാത്തുണ്ണേട്ടൻ. അപ്പൊ ചാത്തുണ്ണേട്ടന്റെ ഒരു ഓർമ്മ നിലനിർത്തുന്നതിനാണ് ഞങ്ങൾ ഇതിനൊരു സംരംഭം കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ്. ഈ 2ാം വർഷം അദ്ദേഹത്തിന്റെ ജൂൺ 12-ന് അദ്ദേഹത്തിന്റെ 2ാം ചരമവാർഷികം. അപ്പൊ ആ ദിവസം ഇത് അനൗൺസ് ചെയ്യുകയും ഓഗസ്റ്റ് 15-ന് ഞങ്ങളുടെ വാർഷിക പൊതുയോഗത്തിൽ വെച്ചിട്ട് സമ്മാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ 12-ാം തീയതി ഇത് അനൗൺസ് ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഒരു 50,000 രൂപയും ഫലവും അടങ്ങുന്ന ഒരു പുരസ്കാരം ഒരു എമർജിംഗ് ഫുട്ബോളർക്ക് നൽകുന്നത്, ഇത്രയും വലിയൊരു സമ്മാനത്തുക വെച്ച് നൽകുന്നത് കേരളത്തിൽ വിരളമാണ്. ഒരുപക്ഷെ ഇത്രയും തുക നൽകുന്ന വേറൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഇതൊന്ന് വാർത്തയായിട്ട് വരണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുക. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? രണ്ടാമത്തെ 2024-ലാണ് ചാത്തുണ്ണേട്ടൻ മരിച്ചത്. അപ്പൊ 2025-ൽ ആദ്യത്തെ കൊടുത്തു. അത് മുഹമ്മദ് ഷാദിൽ എന്ന് പറയുന്ന പ്ലെയറിനാണ്, മലപ്പുറം സ്വദേശി. ഇവിടെ നമ്മള് തൃശ്ശൂർ വെച്ചിട്ടാണ് സാധാരണ ഇതിന്റെ ഇത് ചെയ്യാറ്. കഴിഞ്ഞ തവണ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടത്തി കൊടുക്കുന്നത്. അത് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ഓഗസ്റ്റ് 15-നല്ലേ. മിക്കവാറും ഏതെങ്കിലും ഒരു ആളുകളെ വിളിച്ച് കഴിഞ്ഞ അതിന്റെ ഒപ്പം ചാത്തുണ്ണേട്ടന്റെ സ്മരണ നിലനിർത്തുന്നതിന് ഞങ്ങള് കഴിഞ്ഞ വർഷം ജില്ലയിലെ ഒരു 20-ഓളം ഫുട്ബോൾ ക്ലബുകൾക്ക്, അതായത് കുട്ടികളെ പരിശീലിക്കുന്ന ക്ലബുകൾക്ക് 10 ഫുട്ബോൾ വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ ക്ലബുകൾക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി കൂടി ആസൂത്രണം ചെയ്യും. ഇതിപ്പോ ഇന്ന് ഇത് വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മദിനമായ ജൂൺ 12-ന് ഇത് അനൗൺസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്.
അപ്പൊ വിക്രമനിലൊക്കെ നമുക്കറിയാം എല്ലാവരും, ഇപ്പൊ പാപ്പച്ചനാണെങ്കിലും ശരി, വിജയനാണെങ്കിലും ശരി, ഷറഫലി ആണെങ്കിലും ശരി, എല്ലാം ചാത്തുണ്ണേട്ടന്റെ കീഴില് കളിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ വിക്രമനിലെ MM ജേക്കബും മാർട്ടിൻ സി മാത്യു ആണ് ഇതിന്റെ ജൂറി. അവരാണ് ഇത് തെരഞ്ഞെടുത്ത് തന്നത്. കഴിഞ്ഞ വർഷം അവർ തന്നെയാണ് ചെയ്തത്. ട്രസ്റ്റ് തൃശ്ശൂരാണ്. ഇവിടെ ക്യാപിറ്റൽ സിറ്റി ബിൽഡിംഗിലാണ് ഓഫീസ്. അത് കോർപ്പത്തില് ഈ മേഴ്സി കോപ്സ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ശരിക്കും. ഇപ്പൊ ചാത്തുണ്ണേട്ടൻ അതിന്റെ ഡയറക്ടർ ബോർഡ് എന്നുള്ള രീതിയിൽ ആദ്യം മുതലേ ഒരുപാട് അംഗങ്ങളെ ചേർക്കാൻ ഇതിലൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഫുട്ബോൾ കഴിഞ്ഞാൽ പിന്നെ ഒരു പാഷൻ ഉണ്ടായിരുന്നത് ഈ ഇതൊരു ചാരിറ്റി വർക്കുകളിലാണ്. ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇമ്പോർട്ടൻസ് ചാത്തുണ്ണേട്ടനായതുകൊണ്ട് ഈ ഇതില് കൂടെ ഇരിക്കുന്നത് പ്രൊഫസർ കൃഷ്ണകുമാരി, ശ്രീകൃഷ്ണ കോളേജില് പ്രൊഫസറായിരുന്നു. ഇത് സിൽവ ടീച്ചർ സിൽവ സുനിൽകുമാർ, മേഴ്സി കോപ്സിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് KV സുനിൽകുമാർ. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഡിസ്ട്രിക്ട് പ്രോസിക്യൂട്ടർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം മാറി ഗവൺമെന്റ് ലീഡറായിരുന്നു. ഇത് സുഭാഷ്, ഇത് സഞ്ജയ് സുദർശൻ. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുദർശൻ എന്ന് പറഞ്ഞ SP അദ്ദേഹത്തിന്റെ മകനാണ്. എന്റെ പേര് അജയകുമാർ എന്നാണ്. ഞങ്ങളൊക്കെ ചാലക്കുടി, ചാത്തുണ്ണേട്ടൻ ചാലക്കുടി, ഞാൻ സുഭാഷും ചാലക്കുടിയിൽ നിന്നാണ്. സിൽവ ടീച്ചറും ചാലക്കുടിയിൽ നിന്നാണ്. അപ്പൊ ഇതിനു മുമ്പ് എന്റെ ഒരു വ്യക്തിപരമായ അഭ്യർത്ഥന ഇതൊരു സംസ്ഥാന വാർത്തയായിട്ട് വരണം എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ചാത്തുണ്ണേട്ടന്റെ ഓർമ്മയും ഈ അവാർഡിന്റെ ഒരു ഇതും കൂടി പരിഗണിച്ചുകൊണ്ട് പടം അയച്ച് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കാം. അത് ഓക്കെ. ഗോകുലം FC-യുടെ പ്ലെയറും കൂടിയാണ് കേട്ടോ പയ്യൻ. ഗോകുലം FC-യുടെ ഗോകുലത്തിന് ഇത് ചെയ്തിട്ടുണ്ട്, കോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്ദി.